എൻ്റെ കുടുംബക്ഷേത്രമായ തെക്കതിൻ്റെ മുന്നിലാണ്. ഇവിടെ നാളെ ഉത്സവമാണ്. അതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളും പൂക്കളും ഇറുക്കുന്ന ഭക്തജനങ്ങളും എൻ്റെ ബന്ധുക്കളുമാണ് പുറകുവശത്ത് നിൽക്കുന്നത്. ഈ കാണുന്നത് എൻ്റെ വല്യച്ഛനാണ്, ഇവിടുത്തെ മുഖ്യ പൂജാരിയാണ്. അദ്ദേഹം സംസാരിക്കുന്നു. വളരെ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളെല്ലാവരും സഹകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കി അവരുടെ ഇഷ്ടം പോലെ എന്തുമാകാം, അത് എനിക്ക് യാതൊരു വിരോധമില്ല. അവർ ഒന്നിച്ച് വന്ന് ചെയ്തു കഴിഞ്ഞാൽ ആനയുടെ വില ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഭാവിയിൽ ഒടുവിൽ അത് മനസ്സിലാക്കി ദുഃഖിച്ചിട്ട് ഫലമില്ല. പരദേവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആത്മാർത്ഥമായി ദേവിയെ ഭജിച്ചാൽ അതിൻ്റെ ഫലം തരും, തീർച്ചയാണ്. അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, അത് കൂടുതൽ എനിക്കൊന്ന് പറയാം. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എത്രാമത്തെ ഉത്സവമാണ്? 1980 ഇവിടെ പ്രതിഷ്ഠ നടന്നു. ഇപ്പോൾ 2020 21 ഇത്രയും വർഷം കൃത്യമായിട്ട് ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. സൈറ്റിലേക്ക് ഇനി എന്താണ് പറയാനുള്ളത്? പറയാം. ജനാർദ്ദൻ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. പറയൂ പറയൂ. മാസ്ക് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ചേട്ടൻ്റെ മോൻ, വല്യച്ഛൻ്റെ മോൻ വൈഷ്ണവ് പോറ്റി. എന്താണ് പറയാനുള്ളത്? പറ, എന്തെങ്കിലും പറയണമെങ്കിൽ. സൈറ്റിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. പറയൂ. എന്റെ സഹോദരന്റെ അനിയത്തിയാണ് കേട്ടോ. ഇതെൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ പൂജയാണ്. അതിനോടനുബന്ധിച്ച് കൂടി നിൽക്കുന്ന ജനങ്ങൾ. കോവിഡിൻ്റെ ഇതും കൂടെ കണക്കാക്കിയാണ് എല്ലാവരും അമ്പലത്തിൽ. കൊച്ചിൻ്റെ എന്തെങ്കിലും പറയട്ടെ. തലയിൽ കൂടെ എടുത്തോണ്ട് പോകാതിരുന്നാൽ കൊള്ളാം. ഇത് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മാറ്റി. ഇപ്പോഴത്തെ അവളൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഭാവിയിൽ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർ പോയി കഴിയുമ്പോൾ തെളിവുകൾ കിട്ടും. അവിടെ ഉത്സവത്തിനനുബന്ധിച്ച് ദീപാരാധന നടക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉത്സവം നടക്കുന്നത്. ഒരു ദിവസമേ ഉത്സവമുള്ളൂ. കണ്ട ഫഹദ് കണ്ട അങ്ങനെ തന്നെ തോന്നും. ഫഹദ് ഫാസിൽ കണ്ട അങ്ങനെ തന്നെ തോന്നും. നോക്കൂ, കണ്ട, ശ്രദ്ധിച്ചോ, കൊച്ചു ഊഞ്ഞാലാടുന്നു. അവിടെ വട്ടിക്കകത്ത് ഞാൻ കട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വട്ടി ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. അതല്ല വട്ടി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ബോർഡിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് കൊടുക്കാം. കച്ചവടം കണ്ടിട്ടുണ്ട്. കച്ചവടം രണ്ട് കൊണ്ടുപോകണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് വട്ടിയിരിക്കുന്നു. അങ്ങോട്ട് പോയില്ല കൊച്ചങ്ങോട്ട് പോയി. എന്റെ കുട്ടിക്കാലത്ത്
ഇവിടെ പൂഴ നടക്കണം, കൊച്ചു ബാറ്റിട്ട് കളിക്കും. ഇതൊക്കെ 10-20 വർഷം അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് അമ്മ അവിടെ നോക്കുന്നു. ഈ കാണുന്നത് എൻ്റെ അമ്മ. ഇതെൻ്റെ ജനാർത്തപ്പ്. ഇതായിരിക്കുന്നത് ചേച്ചി. ഇത് പോണത് വല്യച്ഛൻ്റെ ചെറുമോൻ. ആ പാണി പറ പറ. പറ 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 പറഞ്ഞത് കേക്കാം. പറ കേക്കാം പറ.